CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജോത്സരെ സന്ദർശിച്ചത് പാർട്ടിക്കുള്ളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കൂടിക്കാഴ്ച കുടുംബവുമായുള്ള ബന്ധത്തിന്റെ പേരിലാണെന്നാണ് MV ഗോവിന്ദൻ വിശദീകരിച്ചത്. എന്നാൽ ഗോവിന്ദൻ സന്ദർശിച്ച പയ്യന്നൂരിലെ ആ ജോത്സ്യൻ ചില്ലറക്കാരനല്ല. ഇന്ത്യയിലെ ഉന്നതന്മാർ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് കാണാനെത്തുന്ന ജ്യോതിഷ പണ്ഡിതനാണ് മാധവ പൊതുവാൾ. ജ്യോതിഷ രംഗത്ത് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കുടുംബ പാരമ്പര്യമുള്ള പൊതുവാൾ കുടുംബത്തിലെ ഇപ്പോഴത്തെ കണ്ണിയാണ് മാധവ പൊതുവാൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വ്യവസായി ഗൗതം അദാനി, സുപ്രീം കോടതി ജഡ്ജിമാർ തുടങ്ങി മാധവ പൊതുവാളിനെ സമീപിക്കാനെത്തുന്നവർ ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയ, സാമൂഹിക, ബിസിനസ് രംഗത്തെ ഉന്നതരാണ്. അധികാര കേന്ദ്രങ്ങളിലുള്ളവരുമായി പൊതുവാളിന്റെ ബന്ധം ആരംഭിച്ചിട്ട് ഒരു പതിറ്റാണ്ടിലേറെയായി. 2010 സൊഹ്റാബുദ്ദീൻ ഷെയ്ഖ് ഏറ്റുമുട്ടൽ കേസുമായി ബന്ധപ്പെട്ട് അമിത്ഷായ്ക്കെതിരെ നടപടി നേരിട്ട സമയത്ത് അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള 3 പേര് പയ്യന്നൂരിൽ ജാതകവുമായി വന്ന് കണ്ടിരുന്നു. അന്നത്തെ സംഭവത്തെക്കുറിച്ച് മാധവ പൊതുവാൾ പറയുന്നത് ഇങ്ങനെയാണ്: അന്നെനിക്ക് അമിത്ഷായെ അറിയില്ലായിരുന്നു. എൻ്റെ ബന്ധുവായ സുധാമേനോനാണ് എന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പരിചയപ്പെടുത്തുന്നത്. അവർക്ക് എൻ്റെ വീട്ടിൽ 3 മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നു. പക്ഷേ കേസിൽ നിന്ന് അദ്ദേഹം എപ്പോൾ മോചിതനാകുമെന്ന് ഞാൻ കൃത്യമായി പ്രവചിച്ചു. അത് യാഥാർത്ഥ്യമായി. അതോടെയാണ് അദ്ദേഹവുമായുള്ള ബന്ധത്തിന് തുടക്കമാകുന്നത്. അടുത്ത വർഷം അമിത്ഷാ പയ്യന്നൂരിലെത്തി. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കും കൊണ്ടുപോയത് പൊതുവാളാണ്. സ്വർണ്ണക്കുട പൂജ, സ്വർണ്ണവേൽ തുടങ്ങിയ വഴിപാടുകൾ നിർദ്ദേശിച്ചു. അദ്ദേഹം അതെല്ലാം വളരെ സന്തോഷത്തോടെ തന്നെയാണ് പൂർത്തീകരിച്ചത്. പയ്യന്നൂർ, ബംഗളൂരു, ഡൽഹി, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ഞങ്ങൾ പലതവണ കണ്ടുമുട്ടി. കഴിഞ്ഞ മാസത്തെ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിനിടയിലും അദ്ദേഹം ഇവിടെ വന്നെന്നെ കണ്ടു. നരേന്ദ്രമോദിക്ക് ചക്രവർത്തി യോഗമുണ്ടെന്ന് പ്രവചിച്ച ജ്യോത്സ്യനാണ് മാധവ പൊതുവാൾ. ആ പ്രവചനം സത്യമാകുന്ന വിധത്തിലാണ് മോദിയുടെ ഭരണം മുന്നോട്ടു പോകുന്നത്. 2012 നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് മാധവ പൊതുവാൾ അദ്ദേഹത്തെ കാണുന്നത്. ജാതകം പരിശോധിച്ചപ്പോൾ അതിൽ ഒരു അപൂർവ ചക്രവർത്തി യോഗം ഉണ്ടെന്ന് അദ്ദേഹം മോദിയോട് പറഞ്ഞിരുന്നു. 2 വർഷത്തിനുള്ളിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായി, പൊതുവാൾ പറഞ്ഞു. ആ കൂടിക്കാഴ്ചയിൽ തുടങ്ങിയ ബന്ധം ഇന്നും തുടരുന്നുണ്ട്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയത്തിലേക്കുള്ള ബന്ധങ്ങളുടെ തുടക്കം കുറിച്ചത് അമിത്ഷാ ആണെങ്കിൽ അദാനി മാധവ പൊതുവാളിന്റെ സുഹൃത്തായി. 2021 അദാനി മാധവ പൊതുവാളിനെ പയ്യന്നൂരിൽ സന്ദർശിക്കാനെത്തിയത്. അതേ ദിവസം തന്നെ അദാനി മുഖ്യമന്ത്രി പിണറായി വിജയനുമായും രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന് കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആരോപിച്ചിരുന്നു. ഇത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. ഞാനാണ് കൂടിക്കാഴ്ച സംഘടിപ്പിച്ചതെന്ന് മാധ്യമങ്ങൾ അവകാശപ്പെട്ടു, പൊതുവാൾ പറഞ്ഞു. അതെല്ലാം നുണയാണ്. അദാനി വിമാനത്തിൽ കയറിയ നിമിഷം മുതൽ അദ്ദേഹം പോകുന്നതുവരെ ഞാൻ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. ഞങ്ങൾ ശ്രീ രാജരാജേശ്വര ക്ഷേത്രം സന്ദർശിച്ചു. അദ്ദേഹം എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചു. ജ്യോതിഷവും കുടുംബകാര്യങ്ങളും ചർച്ച ചെയ്തു. പ്രധാന പദ്ധതികൾക്ക് മുമ്പ് അദ്ദേഹം ഇപ്പോഴും എൻ്റെ ഉപദേശം തേടാറുണ്ട്. 2011 മുതൽ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ വരാറുണ്ട്. അമിത്ഷായും രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ലെന്ന് മാധവ പൊതുവാൾ പറയുകയുണ്ടായി.